3 വർഷം പഠിക്കാനുണ്ടാവുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ ഒരു ഏത് കോഴ്സാവട്ടെ, ഒരു ഡിഗ്രി കോഴ്സാവട്ടെ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ആവട്ടെ, അങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ പോകുമ്പോൾ അതിനിടയ്ക്ക് വിവാഹം നടക്കുമ്പോൾ ശരിക്കത് പഠനത്തിന് തടസ്സാവൂലേ എന്നൊരു ചിന്ത എന്തായാലും ഉണ്ടല്ലോ, കുട്ടികൾക്കിടയിലുണ്ട്. അതിനുകൂടി ഉത്തരം നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. ആ ഉത്തരം ഉണ്ടാക്കേണ്ടത് ഈ വിവാഹ അന്വേഷണമൊക്കെ നടക്കുമ്പോഴാണ്. ഈ പഴയ മോഡൽ വിവാഹ കാഴ്ചകളൊക്കെ നിൽക്കണം. അതായത് ഉമ്മയും ബാപ്പിയും കൂടെയൊക്കെ വന്ന് കാണുക, കണ്ടതിൻ്റെ ശേഷം പിന്നെ കൂട്ടുകാരും ഇവനൊക്കെ കൂടെ വരിക, ഇങ്ങനെയുള്ള ഈ രംഗത്തെ കുറേ സംഗതികളുണ്ട്. അപ്പം കാഴ്ചയിലൊരു ബർക്കത്തുണ്ട്, ആ ബർക്കത്ത് വേണം. അപ്പം രണ്ടാൾ തുറന്ന് സംസാരിക്കണം. അപ്പോൾ പെൺകുട്ടി തുറന്ന് പറയണം. നമ്മൾ പെൺകുട്ടികൾ അതിനുള്ള ധൈര്യം കാണിക്കണം. മനസ്സിലായില്ലേ? എനിക്കിങ്ങനെ 3 വർഷം ഇതുണ്ട്, ഇത്ര സമയമുണ്ട്, ആ കോഴ്സ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാണ്, അതിലെൻ്റെ പർപ്പസ് ഇന്നതാണ്, അതെനിക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലമുണ്ട്, ഇത്ര രൂപയിൽ മുടക്കിയിട്ടുണ്ട്. ഇത് വാപ്പാർ തമ്മിൽ പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യല്ല. പിന്നെ ആവശ്യമാണെങ്കിൽ അവരുടെ ഉമ്മാനോട് ഈ കാര്യം പറയണം. ഇത് ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് പിന്നെ ഒരു കുത്തുവാക്കുകൊണ്ടെങ്കിലും ദ്രോഹിക്കണ അവസ്ഥയൊക്കെ സാധാരണ പലയിടത്തും ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നൊക്കെ ക്ലാരിറ്റിയിൽ പറയണം. എന്നിട്ട് വിവാഹത്തേക്ക് പ്രവേശിക്കണം. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളുണ്ടാകുന്ന കാര്യം അങ്ങനത്തെ വിഷയത്തിലൊക്കെ സ്വാഭാവികമായൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്നാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, പല ബ്ലോക്കുകളും വരും. അതിനാണ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടത്. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാമല്ലോ. ആ ഒരു പ്രയാസം തീരുന്ന ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാം, അതിലേക്ക് പോകാം. ഇനി അതിൻ്റെ അപ്പുറത്തും അങ്ങനെ അത് മുടങ്ങുകയാണെങ്കിൽ അതൊക്കെ ഈ ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കലമിനോട് എഴുതാൻ പറഞ്ഞതാണ്. അതിപ്പോൾ ഈ കല്യാണം കഴിച്ചുകൊണ്ട് മുടങ്ങണമെന്നല്ല. മനസ്സിലായില്ലേ? അപ്പം പഠനമോ കരിയറോ അല്ല ഒന്നാമത്തെ കാര്യം. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ദീനും ജീവിതമാണ് ഒന്നാമത്തെ കാര്യം. ജീവിതം മുന്നോട്ട് ഉണ്ടാകാനുള്ളൊരു സംവിധാനം മാത്രമാണ് എന്ത്, ജോലിയും അനുബന്ധങ്ങളൊക്കെ. മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് തന്നെയാണ് നമ്മളെടുത്ത് നമ്മുടെ മുന്നിൽ 100 കണക്കിന് 1000 എക്സാമ്പിളുണ്ട്. വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം സ്വസ്ഥമായി പഠിച്ച് പിന്നെയും പഠിച്ച് വലിയ കോഴ്സുകൾക്കൊക്കെ എത്രയോ കുട്ടികളുടെ ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഡൊമൈനിലെ ആളുകളുടെ പേരൊക്കെ പറഞ്ഞതിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു ഹരമായി, അത് ജീവിതത്തിലൊരു സന്തോഷമായി മാറുന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്.